ഹായ്, ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്സ് എന്ന് വെച്ചാൽ റിലേറ്റീവ് എറർ, ആബ്സല്യൂട്ട് എറർ, അതുപോലെ പെർസെന്റേജ് എറർ എന്നിങ്ങനെ 3 എണ്ണമാണ്. ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. എനിവേ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. അതിലാണ് ഇറേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു എക്സ്പ്ലനേഷനും ഇൻട്രൊഡക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരിക. എനിവേ, ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പൊ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് നിങ്ങൾ വ്യൂവേഴ്സിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 3 പേരിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഈ ഒരു മാർക്കറും അതുപോലെ ഒരു സ്കെയിലും കൂടി തരികയാണ്. സ്കെയിൽ എന്ന് പറയുമ്പോൾ സാധാരണ സ്കെയിലല്ല, കുറച്ച് വെറൈറ്റി ആണ്. എന്ന് വെച്ചാൽ ആ സ്കെയിലിലുള്ള മില്ലിമീറ്റേഴ്സ് മുഴുവൻ ഞാൻ കളഞ്ഞു. എന്നിട്ട് സെന്റിമീറ്റർ മാർക്കിങ്സ് മാത്രമുള്ള സ്കെയിലാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തരുന്ന ടാസ്ക് ഇതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കർ പേനയുടെ ലെങ്ത് എനിക്ക് അളന്നു തരിക എന്നുള്ളത്. സപ്പോസ് ഇതിനൊരു 13 പോയിന്റ് സംതിങ് ആണ് ലെങ്ത് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ 13 വരെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, കാരണം സ്കെയിലിൽ 13ന്റെ മാർക്കിംഗ് ഉണ്ടാവും. സെന്റിമീറ്റേഴ്സ് വരെ ഓക്കെ ആണ്, സോ അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിനുശേഷം ചെറിയ ലെങ്ത് ബാക്കിയാവുകയാണെങ്കിൽ, അതായത് മില്ലിമീറ്റേഴ്സിൽ അളക്കേണ്ട ഏതെങ്കിലും ഒരു മെഷർ കുറച്ച് മെഷർ ഈ ഒരു മാർക്കറിൽ ബാക്കിയാവുകയാണെങ്കിൽ അത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു ഊഹം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഏകദേശം ഇത്രയുണ്ടാവും എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു എക്സാക്ട് വാല്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എനിവേ, ആ 3 പേര് എനിക്ക് തരുന്ന വാല്യൂസിനെ ഞാൻ A1, A2, A3 എന്നാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യത്തെ ആള് എനിക്ക് വാല്യൂ തന്നു 13.4 ആണ്. രണ്ടാമത്തെ ആള് പറഞ്ഞു ഇല്ല ഇത് 13.5 ഉണ്ടാവുള്ളൂ, അതായിരിക്കും കറക്റ്റ് എന്ന്. ഇനി മൂന്നാമത്തെ ആള് പറഞ്ഞു ഇത് രണ്ടും അല്ലാത്ത വാല്യൂ 13.6 ആയിരിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേച്ചി ഇതിൽ ഏതാണ് കറക്റ്റ് വാല്യൂ എന്ന് ചോദിച്ചാല് എന്റെ അടുത്ത് ഇപ്പൊ ആ ഒരു സ്കെയിൽ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ നിന്ന് എങ്ങനെ ഒരു കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അതിനൊരു വഴിയുണ്ട്. അതിന് ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ തന്നിരിക്കുന്ന ആ എസ്റ്റിമേറ്റഡ് വാല്യൂസിൽ നിന്ന് തന്നെ ആ ഒരു കറക്റ്റ് വാല്യൂ, ഒരു കറക്റ്റ് പോസിബിൾ വാല്യൂ ഞാനത് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ജസ്റ്റ് മീൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മീൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഒരു കറക്റ്റ് വാല്യൂ കിട്ടുമോ എന്നുള്ളത്. അതിന്റെ പിറകിലുള്ള ലോജിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ, അതിപ്പോ ഞാനായാലും നിങ്ങളായാലും ശരി, ഏതൊരു മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വരാവുന്ന മിസ്റ്റേക്ക് എന്താണ്? ഒന്നുകിൽ ശരിയായ ട്രൂ വാല്യൂയിൽ നിന്ന് കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് മെഷർമെന്റ് കിട്ടുക, അതായത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കും നമുക്ക് കിട്ടുക, അതായത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്കൊരു മെഷർമെന്റിൽ വരുത്താവുന്ന ഇറർ എന്ന് പറയുന്നത്. അപ്പോ മീൻ എടുക്കുന്നതിലൂടെ ആ ഇറേഴ്സ് മുഴുവൻ നമുക്ക് അത്യാവശ്യം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കേസിൽ ഞാൻ ഇനിയിപ്പോ മീൻ എടുത്തിട്ട് അതാണ്, ആ ഒരു മീനാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ബെസ്റ്റ് പോസിബിൾ വാല്യൂ, ട്രൂ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാവുന്ന ബെസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു മീൻ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ പൊസിഷനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അളക്കേണ്ടി വരും. അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ആവറേജ് കണ്ടുപിടിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വാല്യൂസ് തന്നിട്ടുണ്ടോ അതിന് സം ചെയ്യുക. എന്നിട്ട് എത്ര വാല്യൂസ്, എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത് ആ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് സം ഓഫ് വാല്യൂസിനെ ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ A mean is equal to A1 plus A2 plus A3 divided by 3. കാരണം 3 വാല്യൂസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 13.4 plus 13.5 plus 13.6 divided by 3 ഇതാണ് വരിക. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ മീൻ വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ 13.5 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ ബെസ്റ്റ് പോസിബിൾ വാല്യൂ, ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കാവുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമുക്ക് അറിയേണ്ടത്, ഓക്കെ ഇതാണ് ട്രൂ വാല്യൂവിനോട് നമുക്ക് ഈ ഒരു എസ്റ്റിമേഷൻസ് കിട്ടാവുന്ന വാല്യൂ എന്ന് പറഞ്ഞു. അത് ഓക്കെ, അതോടെ സൈഡിലേക്ക്. ഇനിയിപ്പോ നമുക്ക് ഈ കണ്ടുപിടിച്ച വാല്യൂവിൽ എത്രത്തോളം ഇറർ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. എന്ന് വെച്ചാൽ ട്രൂ വാല്യൂവിന് എത്ര കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോ ഇനി അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ പറഞ്ഞ എറർ ആണ് നമ്മുടെ ആബ്സല്യൂട്ട് എറർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ആബ്സല്യൂട്ട്
ആബ്സല്യൂട്ട് എറർ അഥവാ ഡെൽറ്റ എ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ആദ്യത്തെ ആളുടെ കേസിൽ ഇപ്പൊ ഇത് നമ്മൾ ഏകദേശം ഒരു ട്രൂ വാല്യൂ ആയിട്ട് ഈ ഒരു കേസിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ട്രൂ വാല്യൂ ആയിട്ട് ഫസ്റ്റത്തെ ആൾക്ക് എത്ര ഡിഫറൻസ് വന്നു നമ്മൾ നോക്കുകയാണ്. അപ്പൊ എ മീൻ മൈനസ് എ വൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് -0.1 കിട്ടും. കാരണം 13.5നേക്കാളും 0.1 ആണ്. 0.1 ഇവിടെ കുറവാണ്. ഇനി രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ നോക്കിയാൽ അവിടെ ഡിഫറൻസ് ഒന്നും ഇല്ല, സെയിം എക്സാക്ട് വാല്യൂ ആണ്. അപ്പൊ ഞാനത് അവിടെ 0 എന്ന് കൊടുത്തു. ഇനി മൂന്നാമത്തെ ആളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് +0.1 ആണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ട്രൂ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ഒരു 0.1 ഇവിടെ കൂടുതലുണ്ട്. ഇനി ആ ഒരു ആബ്സല്യൂട്ട് എറർ അഥവാ ഡെൽറ്റ എ നമുക്ക് കണ്ടുപിടിക്കാനും ഇതേപോലെ മീൻ എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഒരാൾക്ക് സംഭവിക്കാവുന്ന മിസ്റ്റേക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നുകിൽ അളവെന്ന് കുറച്ച് നമ്മൾ ട്രൂ വാല്യൂന്ന് കുറച്ച് കുറയാം, അല്ലെങ്കിൽ കൂടാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെയും ഒരു അരിത്തമെറ്റിക് മീൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം ഇത്ര മിസ്റ്റേക്ക് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവിടെ ഞാൻ ആ 3 വാല്യൂസിനെ ഇനി സം ചെയ്ത് ആവറേജ് എടുക്കാൻ പോവാണ്. അപ്പൊ -0.1 + 0.1 + 0 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഇനി എല്ലാരും വിചാരിക്കുന്നത് ഇതിന്റെ ആൻസർ 0 ആണെന്ന്. പക്ഷെ അല്ല. ഇവിടെ നോട്ട് ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു നെഗറ്റീവ് വാല്യൂസ്, അതായത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വാല്യൂസിനേക്കാളും കുറവ് മറ്റുള്ളവർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ എക്സാമ്പിൾ 13.4 പോലെ. അപ്പോൾ ഇവിടെ ഈ -0.1 എന്ന് വന്നു നോക്കുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണുന്ന സമയത്ത് ആവശ്യമില്ല. നമ്മൾ എല്ലാത്തിന്റെ ആബ്സല്യൂട്ട് വാല്യൂ അഥവാ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൈനസ് നമുക്കൊന്ന് എടുത്തു കളയാം. ആ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ഇനി കിട്ടാൻ പോകുന്നത് 0.06 എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു 13.5ൽ നിന്ന് ഒന്നുകിൽ 0.06 കൂടുതലോ അല്ലെങ്കിൽ 0.06 കുറവോ ആയിട്ട് അതിനകത്ത് വരുന്ന ആ ഒരു റേഞ്ചിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു ശരിയായ ട്രൂ വാല്യൂ, ഈ ഒരു മാർക്കർ പെന്നിന്റെ റിയൽ ലെങ്ത് കിടക്കുന്നത്. ഇനി ഇത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു രീതിയുണ്ട്. അതായത് 13.5 ±0.06. അതായത് ഒന്നുകിൽ 13.5ൽ നിന്ന് 0.06 കൂടുതലായിരിക്കാം, അതായിരിക്കും ട്രൂ വാല്യൂ. അല്ലെങ്കിൽ 13.5 -0.06ന്റെ ഉള്ളിലുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കും ട്രൂ വാല്യൂ. അപ്പൊ ഈ ഒരു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂവിൽ വരാവുന്ന ഇറർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമായി ചുരുങ്ങി കിട്ടി നമുക്ക്. പക്ഷെ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഈ കേസിൽ ഒരു ചെറിയ മാറ്റം പോസിബിൾ ആണ്. കാരണം ഇവിടെ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഡിജിറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. അതായത് 13.5 ± ഈ 6നെ റൗണ്ട് ഓഫ് ചെയ്ത് ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് അത് 1 ആയി മാറും. അപ്പൊ 0.1 എന്ന് മാറും. ഈ 0 കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിൽക്കുന്ന ഡിജിറ്റ് 5നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് 1 ആയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്തെടുക്കും. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ റൗണ്ടിങ് ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ലെസണിലുള്ള മറ്റ് സബ് ടോപ്പിക് ആണ്. അതെല്ലാം അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എ വാല്യൂ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസിൽ നിന്ന് നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുന്നു. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏതൊരു മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിച്ച് ഏതൊരു കാൽക്കുലേഷൻ ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും ശരിയായ രീതിയാണ് ഇങ്ങനെ. അപ്പൊ ഇതിൽ എത്ര ഇറർ വരുന്നുണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റി കൂടിയിട്ട് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. ഇവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരാൾ 13.4ഉം ഇവിടെ ഒരാൾ 13.6ഉം ആണ്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇതിൽ നിന്ന് കുറച്ച് കൂടാം അല്ലെങ്കിൽ കുറച്ച് കുറയാം. ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും. ഒന്നുകിൽ 13.4 തൊട്ട് 5ന്റെ ഉള്ളിൽ വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, അല്ലെങ്കിൽ 13.5 തൊട്ട് 13.6 വരെയുള്ളതിന്റെ ഏതെങ്കിലും ഉള്ളിലുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇതിന്റെ റിയൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്ന ബെസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഈ ഒരു വാല്യൂ ആയിട്ട് വരും. ഇനി അടുത്തത്
നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ആണ്. അത് സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അരിത്മെറ്റിക് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് എറർ ടു അരിത്മെറ്റിക് മീൻ. അപ്പൊ മീൻ ആയിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് നേരത്തെ 13.5 ആയിരുന്നു. നമ്മുടെ ആബ്സല്യൂട്ട് എറർ അഥവാ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ 0.06 ആയിരുന്നു. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 0.1ലേക്ക് മാറ്റി കൊണ്ടുവന്നു. ഇനി റിലേറ്റീവ് എറർ നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പഴയ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈസ് ടു എന്ന സമയത്ത്, അതായത് റേഷ്യോ എന്ന് കേൾക്കുമ്പോൾ 1:2 എന്നോ അല്ലെങ്കിൽ 2:1 എന്നോ, ആ ഈസ് ടു അല്ല നമുക്ക് ഇനി ആവശ്യം, പകരം ഡിവൈഡഡ് ബൈ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് എറർ ടു അരിത്മെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെൽറ്റ എ ഈസ് ടു അരിത്മെറ്റിക് മീൻ എന്നല്ല, പകരം ഡിവൈഡഡ് ബൈ ആണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. എനിവേ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ 0.1 ഡിവൈഡഡ് ബൈ 13.5 ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ചെയ്യുമ്പോൾ 7.40 into 10⁻³ എന്നായിരിക്കും ആൻസർ വരിക. അപ്പൊ നമ്മളുടെ ഈ ഒരു കേസിലുള്ള റിലേറ്റീവ് എറർ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പെർസെൻറ്റേജ് എറർ ആണ്. അപ്പൊ റിലേറ്റീവ് എററിന്റെ ആ ഒരു ഫോർമുല മറക്കണ്ട, ഇത് ഇത്രയേ ഉള്ളൂ. ഇനി പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ പെർസെൻറ്റേജ് എററിന്റെ ഒരു 50% നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാരണം പെർസെൻറ്റേജ് എറർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. അപ്പോ അതെന്ന് പറഞ്ഞ റിലേറ്റീവ് എറർ ഇൻറ്റു 100 മാത്രം ചെയ്താൽ മതിയാവും. ഇപ്പൊ നമ്മുടെ കേസിൽ ഈ ഒരു വാല്യൂ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. അതാണ് നമ്മുടെ ഈ കേസിലുള്ള പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ 7.40 into 10⁻³ into 100 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് 0.74% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച ട്രൂ വാല്യൂയും അതിന്റെ ആബ്സല്യൂട്ട് എററും തമ്മിലുള്ള ആ ഒരു എറർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവിൽ വെറും 0.74% മാത്രമേ ഇറർ ഉള്ളൂ. ബാക്കിയെല്ലാം അത്രയും ശരിയാണ്, അതിന് അത്രയും പ്രിസിഷൻ വന്നു അല്ലെങ്കിൽ അക്യുറസി വന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്ന സമയത്ത് റിലേറ്റീവ് എറർ അവർ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റു 100 ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവർ അരിത്തമെറ്റിക് മീൻ വേറെ തന്നു, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് എറർ വേറെയാണ് തരുന്നതെങ്കിൽ ആദ്യം ഈ ഫോർമുല വെച്ച് റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചിട്ട് വേണം അടുത്തതായിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് സ്കിപ്പായി പോകരുത്, ഒന്ന് ഓർമ്മ വെക്കണം ഈ ഫോർമുല മുഴുവനായിട്ട്. അപ്പൊ നമ്മുടെ ഈ 3 ടോപ്പിക്കും കവറായി. പക്ഷെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. നിങ്ങൾക്ക് 2 എക്സസൈസ് ഉണ്ട് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞത് നിങ്ങളുടെ ബുക്കില്. അപ്പൊ അതിലത്തെ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യണം, കാരണം അതൊരു പ്രിസിഷനെ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് രണ്ടാമത്തെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചെയ്തു കഴിയുന്നതോടുകൂടിയിട്ട് ഈ ടോപ്പിക് ഒന്നുകൂടി വ്യക്തമാവും. ഞാൻ ചെയ്യുന്നത് നോക്കിയിരിക്കേണ്ട, ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയമായിട്ട് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് ആൻസർ ശരിയാണോ എന്ന് നോക്കാനായിട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ മതി. എനിവേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരും. അപ്പോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വാല്യൂസ് ഒക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് അരിത്തമെറ്റിക് മീൻ, ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ എന്നിട്ട് പെർസെൻറ്റേജ് എറർ കൂടിയിട്ട് അവർക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. എനിവേ വരും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൂടിയിട്ട് സിംപ്ലി ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും, ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ 5 വാല്യൂസ് എഴുതി നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 5 കൊടുത്തു. ഇത് സ്ട്രെയിറ്റ് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക്
ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആൻസർ ആയിട്ട് 2.624 നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലത്തെ ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് മാത്രമുള്ള പോലെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ആ 4നെ നമ്മൾ അങ്ങ് കളയുകയാണ്. ഇനി അടുത്തത് നമുക്ക് ആബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ട്രൂ വാല്യൂവിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ട്രയൽസിന്റെ വാല്യൂ എല്ലാം മൈനസ് ചെയ്ത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിന്റെ ആവറേജ് എടുക്കാൻ പോകുന്നത്. അപ്പൊ 2.62 2.63 തമ്മിൽ 0.01 വ്യത്യാസമുണ്ട്. അതുപോലെ 62 2.56 തമ്മിൽ എത്രയുണ്ട്? 0.04 വ്യത്യാസമുണ്ട്. അടുത്തത് 0.20 വ്യത്യാസമുണ്ട്. അടുത്തത് 0.09 ആണ് വ്യത്യാസം. ലാസ്റ്റ് വൺ 0.18 ആണ് വ്യത്യാസം. ഇത് നിങ്ങൾ ഓരോന്നായിട്ട് മൈനസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തോളൂ, തെറ്റിക്കണ്ട. പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇനി ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഡിവൈഡഡ് ബൈ 5 ചെയ്തു. അപ്പൊ എനിക്ക് 0.11 ആണ് കിട്ടുക. ഞാൻ അതിനെ സിംഗിൾ പ്ലേസിലേക്ക് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരേ ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഞാൻ ഒരേ ഒരു ഡിജിറ്റ് മാത്രമേ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ 0.1ലേക്ക് ഞാൻ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എടുത്തു. ഇനി ഞാൻ ആ ട്രൂ വാല്യൂവിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. അഥവാ അരിത്തമെറ്റിക് മീൻ പ്ലസ് ഓർ മൈനസ് ആബ്സല്യൂട്ട് എറർ. അപ്പൊ അതായത് 2.62നെ ഞാൻ വീണ്ടും 2.6ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കണം. കാരണം ഇവിടെ ഞാൻ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ കൊടുത്തുള്ളൂ. അപ്പൊ ഞാൻ അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ കൊടുത്തുള്ളൂ. അപ്പൊ 2.6 പ്ലസ് ഓർ മൈനസ് 0.1 എന്നാണ് വരിക. ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്തത് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ചെയ്ത് പഠിക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിലും ശരി, ഓരോ പ്രാവശ്യവും അതിന്റെ ഇക്വേഷൻസ് മറക്കാതെ എഴുതിക്കൊണ്ടേ ഇരിക്കുക. 2-3 പ്രാവശ്യം എഴുതിക്കൊണ്ട് പഠിക്കുകയല്ലോ. സോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓരോ പ്രാവശ്യം ഇക്വേഷൻസ് എഴുതിക്കൊണ്ടിരിക്കും. കാരണം ചിലപ്പോൾ നിങ്ങൾ മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ എഴുതി വെച്ച ഇക്വേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 1/2 മാർക്ക് വരെ നിങ്ങൾക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇക്വേഷൻ സ്കിപ്പ് ചെയ്തിട്ട് ആൻസർ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാനായിട്ട് പാടില്ല. ഇനി ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ 0.1 ഡിവൈഡഡ് ബൈ 2.6 ആണ് വരിക. അതായത് 0.038. ഇതിന് ഞാനൊന്ന് റൗണ്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈക്വൽ ടു 0.04 എന്ന് ഞാൻ ആക്കി എഴുതി വെച്ചു. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് പെർസെൻറ്റേജ് എറർ ആണ്. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ എളുപ്പമായി. കാരണം റിലേറ്റീവ് എറർ ഇവിടെ ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻറ്റു 100. ഇതാണ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല പറഞ്ഞത്. ഇതെല്ലാം അതേപോലെ ആൻസർ ഷീറ്റിൽ എഴുതി കൊടുക്കുക. ഈസ് ഈക്വൽ ടു 0.04 ഇൻറ്റു 100. അതായത് 4%. എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു ട്രൂ വാല്യൂവും ആ ട്രൂ വാല്യൂവിന് ഇത്രയും 4% ഇററാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ടോപ്പിക്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. എനിവേ ഇത് മനസ്സിലായി, ഈ ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആയി. ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അധികം സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഉള്ള കണ്ടന്റ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.